ഓരോ ദിവസം കൂടുന്നതോറും നമ്മുടെ സ്മാർട്ട് വാച്ച് ഇൻഡസ്ട്രി വളരെയധികം കോമ്പറ്റേറ്റീവ് ആയിട്ട് വരുവാണ്. പ്രത്യേകിച്ചും ഒരു 5000 റുപ്പീസിൻ്റെ താഴെയുള്ള പ്രൈസ് പോയിന്റിൽ ഒട്ടനവധി സ്മാർട്ട് വാച്ചുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സ്മാർട്ട് വാച്ചുകൾ എന്ന് പറയുന്നത് ചിലത് വളരെ നല്ല വാല്യൂ ഫോർ മണി സ്മാർട്ട് വാച്ചുകളായിരിക്കും, ചിലത് ഭയങ്കര മോശമായിരിക്കും ആ ഒരു പ്രൈസ് പോയിന്റിൽ. എന്തായാലും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് കാല് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ സെബ്രോണിക്സ് ബ്രാൻഡാണ്. സോ വളരെ നല്ല വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റുമായിട്ടാണ് സെബ്രോണിക്സ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സെബ്രോണിക്സിൻ്റെ ZebFit 5220CH എന്ന് പറഞ്ഞ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് പ്രൈസ് ആയിട്ടിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇത് 2 വേരിയൻറ്റിലാണ് വരുന്നത്. ഇത് റെഗുലർ വേരിയൻറ്റും ഇത് ഒരു ലിമിറ്റഡ് എഡിഷൻ വേരിയൻറ്റുമാണ്. അപ്പോൾ റെഗുലർ വേരിയൻറ്റ് നിങ്ങൾക്ക് 2999 റുപ്പീസിനും ലിമിറ്റഡ് എഡിഷൻ വേരിയൻറ്റ് 3599 റുപ്പീസിനും ഈ വരുന്ന പ്രൈം ഡേ സെയിലും അതേപോലെ ലോഞ്ചിനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്തായാലും വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ബോക്സിൽ തന്നെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഈ വാച്ചിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു സൂപ്പർ സ്ലിം ഡിസൈനാണ്, ലാർജ് സ്ക്വയർ 4.4 സെൻറ്റിമീറ്ററിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, SpO2 സെൻസർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ട്, മെറ്റൽ ബോഡിയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് മെറ്റൽ ബോഡിയാണ് കിട്ടുന്നത്. ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഫുൾ ടച്ച് ഡിസ്പ്ലേ, IP68 വാട്ടർ പ്രൂഫിംഗ് റേറ്റിംഗ്, പിന്നെ ഡ്യുവൽ മെനു UI ഒക്കെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണാം. 8 സ്പോർട്സ് മോഡ് ഉണ്ട്, കസ്റ്റമൈസബിൾ ആണ്, മെറ്റൽ സ്ട്രാപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ലിമിറ്റഡ് എഡിഷൻ ഒക്കെ മെറ്റൽ സ്ട്രാപ്പിലാണ് വരുന്നത്. പിന്നെ 7 ദിവസം നമ്മുടെ ഡേറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഉണ്ട്. സോ പെട്ടെന്ന് നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വാച്ച് കാണുന്നുണ്ട്. വാച്ചിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു യൂസർ മാനുവലും ചാർജിങ് ഡോക്കുമാണ് തന്നിരിക്കുന്നത്. ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ചാർജിങ് ഡോക്കാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് വാച്ചിൻ്റെ ഫിസിക്കൽ ഓറിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തിങ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നതിൻ്റെ കളറും ഡിസൈനും തന്നെയാണ്. ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ഫുള്ളും മെറ്റൽ ബോഡിയിലാണ്. പ്രത്യേകിച്ചും ലിമിറ്റഡ് എഡിഷൻ ആണെങ്കിൽ ഫുള്ള് നിങ്ങൾക്കൊരു സിൽവർ മെറ്റൽ കളറിലാണ് വരുന്നത്. ഇനി ഇതിനകത്തുള്ള സ്ട്രാപ്പ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്ട്രാപ്പാണ്. റെഗുലർ വേരിയൻറ്റിൽ നോർമൽ സ്ട്രാപ്പാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമുക്കൊരു 4.4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫുൾ കളറായിട്ടുള്ള ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൺ ഉണ്ട്. അതൊരു പവർ ബട്ടനാണ്. അതിൽ ചെറിയ ഒരു റെഡ് ലൈനും കൂടി ടിൻറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിനകത്തുള്ള സെൻസറുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറും SpO2 സെൻസറും അതുപോലെ കുറേയധികം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ചാർജിങ് പിന്നുകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വാച്ചിൻ്റെ ഇൻട്രാക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺട്രോൾ പാനലാണ് കാണുന്നത്. ഒരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള iOSനെ ഇൻസ്പയർ ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കൺട്രോൾ പാനലാണ്. ഇതിനകത്ത് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ്, അതേപോലെ മൂവി മോഡ്, അതായത് നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ച് വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇടുന്നത്, പിന്നെ ഫ്ലാഷ് ലൈറ്റ്, അതേപോലെ ലിസ്റ്റ് വ്യൂ വേണോ, ഒരു ഒരു ബബിൾ വ്യൂ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനായിട്ടും, പിന്നെ ബ്രൈറ്റ്നസ് സ്ലൈഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 3 ലെവലിലാണ് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ വെതറും പിന്നെ സെറ്റിംഗ്സ് ഐക്കണുമാണ് ഉള്ളത്. ഇനി നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുവാണെങ്കിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഫോണിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ കോൾ നോട്ടിഫിക്കേഷൻസും നമുക്ക് വരും. ഇനി റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെഡോമീറ്റർ, സ്ലീപ്പ് ട്രാക്കിംഗ്, അതേപോലെ ഹാർട്ട് റേറ്റ് സെൻസർ, BP മോണിറ്ററിംഗ്, SpO2, വെതർ എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആക്ച്വൽ മെനുവിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തുള്ള മെനു എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ നമ്മുടെ വാച്ച് OSനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മെനു ആണ് വരുന്നത്. ഇനി ഇൻ്റർഫേസിൽ നമുക്ക് വാച്ചിൽ ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ ഞാൻ നേരത്തെ കണ്ട ആ ഒരു വ്യൂവിൽ നിന്നും ഈ ഒരു വ്യൂ മാറ്റിയിട്ട് നമുക്ക് ലിസ്റ്റ് വ്യൂവിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് വിശദമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് സ്വൈപ്പ് ചെയ്തപ്പോൾ കണ്ട പോലെ തന്നെ ഇതിനകത്ത് പെഡോമീറ്റർ, സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, പിന്നെ ട്രെയിനിങ് മോഡുകളുണ്ട്. ഇതിനകത്ത് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, പിന്നെ ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, എന്തിന് സ്വിമ്മിംഗ് മോഡ് വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് വാട്ടർ പ്രൂഫാണ്, നിങ്ങൾക്ക് സ്വിമ്മിങ്ങിനൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നമുക്കിതിനകത്ത് BP മെഷർ ചെയ്യാനായിട്ട് പറ്റും. BP എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇതിനകത്ത് മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SpO2 സെൻസറും ഉണ്ട്. ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വെതർ കാണുന്നുണ്ട്, ഇന്നത്തെയും പിന്നെ ഈ ഒരാഴ്ചത്തെ വെതർ കാണുന്നുണ്ട്. പിന്നെ മെസ്സേജിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഷട്ടർ, അതായത് റിമോട്ട് ഷട്ടർ, ഫോണിലുള്ള ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മ്യൂസിക് പ്ലെയറിൻ്റെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഫോണിലുള്ള മ്യൂസിക് നമുക്ക് ഇതിൽ നിന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെഡിറ്റേഷൻ, യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രീത്ത് മോഡ് ഇതിനകത്തുണ്ട്. പിന്നെ സ്റ്റോപ്പ് വാച്ച്, അലാം, കൗണ്ട് ഡൗൺ ടൈമർ എന്നിങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഫ്ലാഷ് ലൈറ്റും, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത അതേഴ്സ് ഓപ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് 5 ബ്രൈറ്റ്നസ് ലെവലുണ്ട്. ഏറ്റവും അത് ഞാൻ 3 എന്ന് പറഞ്ഞു പോയി തോന്നുന്നു. ആക്ച്വലി 5 ബ്രൈറ്റ്നസ് ലെവലുകളുണ്ട്. വളരെ ബ്രൈറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പോലും നമുക്ക് വിസിബിലിറ്റിയിൽ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. പിന്നെ നമുക്ക് വൈബ്രേഷൻ ഓൺ ആക്കണോ ഓഫ് ആക്കണോ, വൈബ്രേഷൻ വേണമെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ ഓഫ് ആക്കി വെക്കാവുന്നതാണ്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ്, അതേപോലെ തിയേറ്റർ മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ വൈബ്രേഷനും
അതേപോലെ ഹൈ ബ്രൈറ്റ്നസ്സും വേണ്ട എന്നുണ്ടെങ്കിൽ തിയേറ്റർ മോഡ് ഓണാക്കി വെക്കാം. പിന്നെ ഡയൽ സ്വിച്ച് എന്ന് കാണും. അപ്പോൾ ഈ ഡയൽ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഹോം സ്ക്രീനിലുള്ള ഈ ഒരു വാച്ച് ഫേസുകൾ മാറ്റാനുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കസ്റ്റമായിട്ടുള്ള വാൾപേപ്പർ ഇടാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോട്ടോസ് വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ആപ്ലിക്കേഷനിലൂടെയാണ് പറ്റുന്നത്. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഇതിന് ശേഷം നോക്കാം. പിന്നെ ഇതിനകത്തുള്ള നമുക്ക് റീസെറ്റും പവർ ഓഫും QR കോഡ്, ഇന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ QR കോഡും പിന്നെ എബൌട്ടുമാണുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാച്ചിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ഇതുമായിട്ട് പെയർ ചെയ്യുന്ന ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇതിനു വേണ്ടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ പേര് ZebFit 20 സീരീസ് ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വാച്ചുമായിട്ട് വളരെ സീംലെസ്ലി പെയർ ചെയ്യാനായിട്ട് പറ്റും. പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ എത്ര സ്റ്റെപ്പ് നടന്നു, സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ്, കണ്ടിന്യൂസ് ഹാർട്ട് മോണിറ്ററിംഗ്, ഇതിൻ്റെയൊക്കെ ഗ്രാഫുകൾ, BPയുടെ ഡീറ്റെയിൽസും ബ്ലഡ് ഓക്സിജൻ എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാച്ച് കണക്റ്റഡും വാച്ചിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വാച്ച് ഫേസുകൾ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ കുറേ അധികം ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം മാറ്റാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കൺഫിഗർ ചെയ്യാൻ ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് കൺഫിഗർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് അലാംസും വെക്കാനായിട്ട് പറ്റും. പിന്നെ റിമോട്ട് ഷട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും ഇതിലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വാച്ചിലൂടെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേഴ്സ് ഓപ്ഷൻ്റെ അകത്താണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഫോർമാറ്റ് എത്രയാണ്, അല്ലെങ്കിൽ യൂണിറ്റ് സിസ്റ്റം, പിന്നെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് വേണോ, റിസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ഓൺ ആവണോ എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് വേരിയൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലിമിറ്റഡ് എഡിഷൻ വേരിയൻറ്റ് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ മെറ്റാലിക് സ്ട്രാപ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രീമിയം ലുക്കാണ് നമ്മൾ കയ്യിൽ കെട്ടിയിരിക്കുമ്പോൾ ഈ ഒരു മെറ്റാലിക് സ്ട്രാപ്പിൽ തോന്നുന്നത്. ഈ സ്ട്രാപ്പ് മോശം എന്നല്ല പറയുന്നത്, കുറച്ചുകൂടി കാണാൻ ഭംഗി ലിമിറ്റഡ് എഡിഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് എഡിഷൻ ഭയങ്കര കുറവാണ് സ്റ്റോക്സ് എന്ന് തോന്നുന്നു. പ്രൈം ഡേക്ക് പെട്ടെന്ന് ഈ ഒരു ലോഞ്ചിൻ്റെ ഡേക്ക് പെട്ടെന്ന് സെയിലായി പോയതാണ് ലിമിറ്റഡ് എഡിഷൻ. ഇനി പ്രൈം ഡേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ 3999 റുപ്പീസിനാണ് 3599 റുപ്പീസിനാണ് ലിമിറ്റഡ് എഡിഷൻ പോകുന്നത്. ഇത് 2999 റുപ്പീസിനാണ് നോർമൽ എഡിഷൻ പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ വേർത്തായിട്ട് ഒരു വാച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫീച്ചേഴ്സിലൊന്നും യാതൊരു മിസ്സിങ്ങും വരുന്നില്ല. ഇനി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേറെ ഡിവൈസ് ഇല്ല. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആക്യുറേറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസും വളരെ നല്ലതാണ്. ലാഗി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് ആയിട്ടൊന്നും തോന്നിയില്ല. ഡിസ്പ്ലേ കർവ്ഡ് ആണ്. LCD ഡിസ്പ്ലേ ആണ് എങ്കിൽ പോലും വളരെ നല്ല ഒരു പിക്സലേഷൻ ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോസ് വെക്കാനായിട്ട് പറ്റും. ഇനി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആനിമേഷൻ നമുക്ക് ഈ ഒരു വാച്ച് ഫേസിൽ വരുന്നതായിരിക്കും. സോ വൺസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 10 ദിവസം വരെയും ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് കിട്ടുന്നതാണ്. ഇനി കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും കണ്ടിന്യൂസ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കുവാണെങ്കിൽ മേ ബി ചെറിയ ഒരു ഇമ്പാക്റ്റ് ബാറ്ററി ലൈഫിലുണ്ടാകും. ഒരു 5, 6, 7 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. എന്തായാലും നോർമൽ യൂസിന് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി 10 ഡേയ്സ് നിങ്ങൾക്ക് ഇതിന് എന്തായാലും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി ഈ വാച്ചിൽ പ്രശ്നങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഇമോജീസ് വരില്ല. ഇമോജി എന്നാണ് എഴുതി കാണിക്കുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ കോൾ നോട്ടിഫിക്കേഷൻസ് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. കോൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ വേറെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ഇതിൽ ഡിഫക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആയതുകൊണ്ട് തന്നെ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ മറ്റ് ആപ്ലിക്കേഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് ആണ്. അത്ര ഹൈ എൻഡ് അല്ല, അത്ര മോശവുമല്ല. അപ്പോൾ എന്തായാലും ഈ രണ്ട് വാച്ചിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.